ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസ് ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ അവർ 16-ാം സ്ഥാനത്താണ് ഉള്ളത്. 21 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 6 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 21 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുകൾ മാത്രമാണ് അവരുടെ സമ്പാദ്യം. സാൻഡോസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മറ്റു ബ്രസീലിയൻ ക്ലബ്ബുകളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ സാൻഡോസ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരുത്തരായ ചെൽസിയുടെ ഉടമസ്ഥരാണ് ബ്ലൂക്കോ എന്ന കമ്പനി. മാത്രമല്ല ഫ്രഞ്ച് ക്ലബ്ബായ സ്ട്രാസ്ബർഗിൻ്റെയും ഉടമസ്ഥർ ഇവരാണ്. നമുക്കറിയാം ടോഡ് ബോഹ്ലിയാണ് അതിൻ്റെ ഒരു ചെയർമാൻ ആയിക്കൊണ്ട് വരുന്നത്. ഇപ്പോഴിതാ അവർ സാൻഡോസിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ന ഒരു വിവരമാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അതായത് ബ്ലൂക്കോയുടെ ചില പ്രതിനിധികളും അതുപോലെ തന്നെ സാൻഡോസിൻ്റെ പ്രസിഡന്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു നടന്നിരുന്നത്. പക്ഷെ അക്കാര്യത്തിൽ വലിയ പ്രോഗ്രസ്സുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇനീഷ്യലായിട്ടുള്ള ചർച്ചകൾ മാത്രമായിരുന്നു നടന്നിരുന്നത്. ഏതായാലും ഈ സീസണിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരിക. ഏതായാലും ഈ കമ്പനിയുമായി ഇപ്പോൾ സാൻഡോസിന്റെ പ്രസിഡന്റ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ടോഡ് ബോഹ്ലി ഈ ഒരു സാൻഡോസിൽ നിക്ഷേപിക്കുമോ അതല്ലെങ്കിൽ സാൻഡോസിനെ ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാൻഡോസിന്റെ തലവര മാറും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം ചെൽസിയുടെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. വലിയ ഒരു നിക്ഷേപമാണ് അവർക്ക് ടോഡ് ബോഹ്ലി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെൽസി വളരെയധികം മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ബ്ലൂക്കോ എന്ന കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും സാൻഡോസിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.